ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ വനം വകുപ്പിന്റെ ഇടപെടലുകൾ ജനങ്ങൾക്ക് തീരാ തലവേദനയാകുന്നു. റവന്യൂ ഭൂമിയിൽ അവകാശമുന്നയിച്ച് വനം വകുപ്പ് സമാന്തര ഭരണം നടത്തുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വനം വകുപ്പിനെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതായും പരാതിയുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല ഇടത്തോട് മേഖലകളിലാണ് വനം വകുപ്പും ജനങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നത്. റവന്യൂ ഭൂമിയിൽ വനം വകുപ്പ് അനധികൃതമായി അവകാശവാദം ഉന്നയിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. വനഭൂമിയുടെ അതിരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നഗരംപാറ റേഞ്ച് ഓഫീസിൽ വിവരാവകാശ നിയമപ്രകാരം നിരവധി തവണ അപേക്ഷകൾ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഇത് ചോദ്യം ചെയ്തതോടെയാണ് വനംവകുപ്പ് പ്രതികാര നടപടികൾ ആരംഭിച്ചത്. 40 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ കുടിയേറി താമസിച്ചിരുന്ന പ്രദേശമാണ് ഇടത്തോട്. ഇവിടെ റവന്യൂ തരിശുഭൂമിയായി കിടന്ന പാറകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ പോലും വനംവകുപ്പ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. നമ്മുടെ വാഴത്തോപ്പ് റേഞ്ച് ഓഫീസർ ഹരിലാൽ എന്ന് പറയുന്ന ഒരാള് നമ്മളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ പിടിച്ച് അകത്തിട്ടിരിക്കും എന്നാണ് പുള്ളിയുടെ ഞങ്ങൾക്ക് നേരെയുള്ള ഭീഷണി. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫോറസ്റ്റുകാർ ചെയ്തിരിക്കുന്ന അനീതികളെ ഞങ്ങളുടെ സാഫ് എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ചോദ്യം ചെയ്തതിലുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന തെരഞ്ഞു പിടിച്ചുള്ള ആൾക്കാരെ കേസിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതും നഗരംപാറ റിസർവിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ നഗരംപാറ റിസർവിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് ആരോടൊക്കെ ശത്രുത തോന്നുന്നോ അവർക്കെതിരെ വന്ന് ഇവർ കേസെടുത്തിട്ട് പോകും. വനഭൂമി എന്ന് ചിത്രീകരിച്ച് ജനങ്ങളെ കുടിയിറക്കാനുള്ള നീക്കമാണ് വനം വകുപ്പ് നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വിഷയത്തിൽ നിയമ നടപടിയുമായി മുമ്പോട്ടു പോകാനാണ് സാഫ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. സംഭവത്തിൽ മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ജനം, ഇടുക്കി.